ഞാൻ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ ഹെയർ ഓയിലിംഗ് ആണെങ്കിൽ കരിഞ്ജീരകവും നീലയമരിയും രണ്ടെണ്ണയും രണ്ടും ഞാൻ ഒരുമിച്ച് തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ ചേച്ചി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറേ എണ്ണ എടുക്കരുതെന്ന്. അപ്പം ഞാൻ അതുകൊണ്ട് വളരെ കുറച്ചേ എടുക്കുള്ളൂ. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് മാക്സിമം പോയാൽ ഒരു 20-25 മിനിറ്റ്, അതിൽ കൂടുതൽ ഞാൻ വെക്കില്ല. ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ കഴുകിക്കളയും. തിങ്കളാഴ്ച ഞാൻ തലയിലിടുന്നത് ഈ അംല ഷാംപൂ, ചേച്ചിയുടെ തന്നെ ഷാംപൂ ആയിരിക്കും. അതിട്ട് ഞാൻ കഴുകി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെനസ്ഡേ അടുത്തത് എൻ്റെ ഓയിലിംഗ് ഡേ. അപ്പം ഞാനിങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ഓയിൽ ചെയ്യുക. അപ്പം മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ അങ്ങനെ. മൺഡേ ഞാൻ അംല ഷാംപൂ ഇട്ടെങ്കിൽ പിന്നെ ഞാൻ വെനസ്ഡേ ചെയ്യുക താളിപ്പൊടിയാണ്. ചേച്ചിയുടെ തന്നെ താളിപ്പൊടി ഉണ്ടല്ലോ, ആ താളിപ്പൊടിയാണ് ഞാൻ ഇടുക. അപ്പോൾ എനിക്ക് തലയ്ക്ക് നല്ല തണുപ്പൊക്കെ കിട്ടും. നെക്സ്റ്റ് ഡേ ഇതുപോലെ തന്നെ ഷാംപൂ ഇടും. പിന്നെ വീക്ക്ലി വൺസ് ഞാൻ ഹെയർ ഡൈയുടെ കോംബോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് മൈലാഞ്ചിയുടെ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് മൈലാഞ്ചി തലയിൽ നന്നായിട്ട് ഇടാറുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആ മൈലാഞ്ചി ഞാൻ നന്നായിട്ട് ഇടും. അതുപോലെ തന്നെ അത് ഈ ഓയിൽ ഇടാത്ത ദിവസമാണ് ഞാൻ ആ മൈലാഞ്ചി ഇടുക. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പിന്നെ ഓയിലിംഗ് ഡേ ആയിരിക്കും. ആ നേരത്തെ പിന്നെയും അംല ഷാംപൂ അല്ലെങ്കിൽ ഈ ഹെയർ മാസ്ക് അതിട്ടിട്ട് നന്നായിട്ട് മുടി നല്ലോണം ക്ലീൻ ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ഹെയർ റുട്ടീൻ.